നമസ്കാരം. ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് 50,000 കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്നൊരു ഡിമാൻഡ് ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠനം എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളത് കൊണ്ടാണ്. ഞാനൊരു സെക്കൻഡ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അതായത് ഞാൻ പ്രീ ഡിഗ്രി SSLC വിദ്യാഭ്യാസം വരെ നല്ല പഠിക്കുന്ന മിടുക്കനായിരുന്നു. പിന്നെ പല കാരണങ്ങളാൽ, ആരോഗ്യപരമായ കാരണങ്ങളാൽ, മറ്റ് പല പ്രശ്നങ്ങളാൽ എനിക്ക് എക്സാമിനൊക്കെ എഴുതുന്നതിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിരവധി കാലം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ശേഷം പിന്നെ പഠിക്കാൻ തീരുമാനിച്ചത്. രണ്ടാം ഒരു വരവാണ് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് പഠിക്കണം, പിന്നെയുള്ള കാലം അങ്ങോട്ട് പഠിക്കണം എന്ന് വിചാരിക്കുകയും ഞാൻ നിരവധി ഡിഗ്രികൾ എടുക്കാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു. അങ്ങനെ PG എടുക്കാൻ അവസരം കിട്ടി, MSc എടുക്കാൻ അവസരം കിട്ടി, B.Ed എടുക്കാൻ, LLB, MBA, MSW, ജേർണലിസം, PhD, ഇങ്ങനെ പലതും ചെയ്യാൻ അവസരം കിട്ടി. അതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കൗതുകത്തിന് ഞാൻ ജ്യോതിഷം കുറച്ച് പഠിക്കാൻ തീരുമാനിച്ചു. കാര്യം ഭൂമിശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രമുണ്ടോ, അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ കൗതുകത്തിന് ജ്യോതിഷം പഠിക്കാൻ പോയപ്പോഴാണ് അവിടെ മറ്റൊരു സാറിനെ പരിചയപ്പെടുകയും സാറ് പറഞ്ഞു കുറച്ചുകൂടി കൗതുകമുള്ള ഒരു വിഷയമാണ് ഹസ്തരേഖാശാസ്ത്രം, പാൽമിസ്ട്രി. അപ്പോൾ അങ്ങനെ പാൽമിസ്ട്രി പഠിക്കാൻ തീരുമാനിക്കുകയും ഒരു പാർട്ട് ടൈമാണ് തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലത്ത് പോയി ഫീസ് അടച്ച് പഠിക്കുകയും, എന്നാൽ നന്നായി പഠിച്ചതുകൊണ്ട്, ഞാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് കിടന്ന് പറഞ്ഞതുകൊണ്ടാണ്, ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന വിഷയങ്ങൾ നന്നായി പഠിക്കുന്നത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് 80% കൂടുതൽ മാർക്ക് വാങ്ങി ഞാൻ പാസ്സായി. അപ്പോൾ അവിടെ ബാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന കിളിമാനുള്ള സാർ മരിച്ചുപോയി. വളരെ ജീവിച്ചിരുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ജ്യോതിഷവും പാൽമിസ്ട്രിയൊക്കെ അറിയാനുള്ള സാറായിരുന്നു. സാർ മരിച്ചുപോയി. അപ്പോൾ സാറിൻ്റെ ഒരു നല്ല ശിഷ്യനായി ഞാനങ്ങ് മാറി. അപ്പോൾ സാർ എന്ത് ചെയ്തു, സാറിൻ്റെ സുഖമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ എന്നെ കൂടെ വിളിക്കും. അങ്ങനെ ഞാൻ പാൽമിസ്ട്രി ഒന്ന് നന്നായി പഠിക്കാൻ ശ്രമിച്ചു. ഈ പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി അത്യാവശ്യം എനിക്ക് പാൽമിസ്ട്രി അറിയാം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയണം. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പാൽമിസ്ട്രിയുടെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇത് ശാസ്ത്രമാണോ അശാസ്ത്രീയമാണോ മിത്താണോ, ഇതൊന്നും എൻ്റെ ചർച്ചാ വിഷയമല്ല. ഇതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കാൻ ഒരു കൗതുകത്തിന് വേണ്ടി പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ 2 കൈയിലും കുറേ വിരലുകളുണ്ട്, വിരലുകളും കുറേ രേഖകളുമുണ്ട്. കൈയുടെ ഷെയ്പ്പുണ്ട്, കൈക്ക് ഷെയ്പ്പുണ്ട്, ഓരോരുത്തരുടെ കൈക്ക് ഷെയ്പ്പുണ്ട്. നിരവധി രേഖകളുണ്ട്. രേഖകൾ മുറിഞ്ഞ രേഖകളുണ്ട്. രേഖകളിൽ ചില രേഖകളിൽ സ്റ്റാർ കാണും, ചിലതിൽ മൗണ്ട് കാണും. അങ്ങനെ പല രൂപത്തിലാണ് കൈകളുള്ളത്. അപ്പോൾ ഓരോ കൈക്കും ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് കൈയുടെ ഷെയ്പ്പ് അനുസരിച്ച് ഓരോരുത്തരുടെ ഭാവി പറയാം, ഭൂതം പറയാം. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളൂ, എന്നെ ആകർഷിച്ചൊരു കാര്യം. അതാണ് എന്നെ ഇപ്പോഴും ആകർഷിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുന്ന കാര്യം അതാണ്. അതിനുത്തരം ഇവിടുത്തെ ശാസ്ത്രകാരന്മാരും യുക്തിവാദികളും ഒക്കെ ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നാൽ ഒരാളിൻ്റെ ഹസ്തരേഖ നോക്കുമ്പോൾ, കൈ നോക്കുമ്പോൾ 3 രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, കഴിഞ്ഞകാല കാര്യങ്ങൾ പറയും. കഴിഞ്ഞകാല കാര്യങ്ങൾ ശരിയാണെങ്കിൽ മാത്രമേ ആ നോക്കുന്ന വ്യക്തി, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാളുടെ കൈ നോക്കുകയാണെങ്കിൽ, അല്ലെ നിങ്ങളുടെ ആളുടെ കൈ രേഖ എനിക്ക് അയച്ചു തന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കൈയും കഴിഞ്ഞകാല കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ ജീവിച്ച കാലത്തെ കാര്യങ്ങൾ പറയും. അതെങ്ങനെ പറയാൻ പറ്റുന്നു? അതാണ് ഇതിൻ്റെ മിസ്റ്റീരിയസ്. പ്രസൻറ്റ് കാലം പറയും, ഫ്യൂച്ചറും പറയും. 3 കാലത്തെക്കുറിച്ച്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ നോക്കുന്ന ആളിന്, ആരുടെ കൈയാണ് നോക്കുന്നത്, അവർക്ക് വിശ്വാസം വന്നാൽ മാത്രമേ അടുത്ത് മുന്നോട്ട് പോവുള്ളൂ. വിശ്വാസമില്ലേ പിന്നെ ചർച്ച മുന്നോട്ട് പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാല കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളത് ഇതിനകത്തുള്ളൊരു കൗതുകമാണ്, ഇപ്പോഴും നിൽക്കുന്ന ഒരു നിഗൂഢതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ഒരു രസകരമായ കുറേയധികം രേഖകളുണ്ട്. ഹൃദയരേഖ, ആയുസ് രേഖ, ഭാഗ്യരേഖ, ഇങ്ങനെ ഒരുപാട് രേഖകളുണ്ട്. പഠിക്കുന്ന രേഖ, ഡോക്ടർമാരാകുമോ കലാകാരന്മാരാകുമോ, എത്ര വർഷം ജീവിച്ചിരിക്കും, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ. ഇതെല്ലാം ആപേക്ഷികമാണ്. 100% ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഇത് അങ്ങനെ ആരും പഠന വിധേയമാക്കിയിട്ടില്ല. അതേസമയം രസകരമായ കൗതുകകരമായ ഒരു കാര്യമാണ്.
ഇനി ഞാൻ ഇതിനകത്ത് ഒരു രേഖയെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കാം. സാധാരണ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രണ്ട് കൈയും നോക്കണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. പക്ഷേ നടന്നു വരുന്നത് പുരുഷന്മാരുടെ വലത് കൈയും സ്ത്രീകളുടെ ഇടത് കൈയുമാണ് നോക്കുന്നത്. പക്ഷെ പോരാ, രണ്ട് കൈയും ഒരേ സമയം നോക്കി രണ്ട് കൈയിലെ രേഖകൾ പ്രകാരം ഒരു രേഖയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത കയ്യിൽ ആ രേഖ കാണും. രണ്ട് കൈ നോക്കി പറയണം എന്നാണ് പറയുന്നത്. ഞാൻ ഹസ്തരേഖ വിദഗ്ധനല്ല, പക്ഷേ അതിൻ്റെ ഒരു ഫാക്കൽറ്റി ആയിട്ടൊക്കെ പോയിരുന്ന ആളെന്നുള്ള നിലയിൽ ഒരു രസത്തിന് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഇന്നത്തെ ഞാൻ പറഞ്ഞു പല രേഖകളെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് ആരോഗ്യരേഖ, ആയുസിൻ്റെ രേഖ ആദ്യം അവതരിപ്പിക്കാം. മനസ്സിലാക്കാൻ, ആയുസിൻ്റെ രേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ കൈ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ക്രോസ് കിടക്കുന്ന രേഖയിൽ നിന്ന് ഏറ്റവും മോൾ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് താഴേക്ക് വന്ന് ഇങ്ങനെ വളരെ താഴേക്ക് പോകുന്ന ഈ രേഖയാണ് നമ്മൾ ആയുസ് രേഖ എന്ന് പറയുന്നത്. ഈ ആയുസ് രേഖയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആയുസ് രോഗം നോക്കിയിട്ട് ഒരാളിൻ്റെ ആയുസ് പറയാൻ കഴിയും എന്നാണ്. ഈ ചിത്രവും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആയുസിൻ്റെ രേഖ നോക്കിയിട്ട് നമുക്ക് ആയുസിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നാണ്. ആയുസ് രേഖ തൊട്ടടുത്തുള്ള മുകളിലുള്ള രേഖയുമായി ചേർന്ന് കിടന്നാൽ, അത് അടുത്തിരുന്നാൽ, ഒന്നിച്ച് ചങ്ങല പോലെ തുടക്ക സ്ഥലത്തിരുന്നാൽ അതിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. താഴേക്ക് വരുന്നതനുസരിച്ച് പറയുന്നുണ്ട്. ആയുസ് കണക്കാക്കുന്ന രീതി പറയുന്നുണ്ട്. 20 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സ്, 80 വയസ്സ്, 80 വയസ്സിന് മുകളിൽ. പിന്നെ ആയുസ് രേഖയിൽ എന്തെങ്കിലും ബ്രോക്കൺ ഉണ്ട്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ആയുസ് രേഖയിൽ എന്തെങ്കിലും കുറവുകളുണ്ട്, ആയുസ് രേഖയിൽ വെട്ടുകളുണ്ട്, ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആയുസ് രേഖ പോലെ തന്നെ ഹൃദയരേഖ, ഭാഗ്യരേഖ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചില ആളുകളുടെ ഭാഗ്യരേഖ അവർ കൈ ഉയർത്തി കാണിക്കുമ്പോഴും ചിത്രത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി അമ്മ, നരേന്ദ്രമോദി, APJ അബ്ദുൽ കലാം തുടങ്ങിയുള്ള പ്രമുഖരായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അവരുടെ എല്ലാം ഭാഗ്യരേഖ വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്, ബ്രോക്കൺ അല്ല. അതുകൊണ്ട് അവർക്ക് വലിയ ഭാഗ്യവും ഉണ്ട്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഇലമെൻ്റ് ഉണ്ട് എന്ന് അതിലൂടെ ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം കുറേയധികം കാൽക്കുലേഷൻസ് ആണ്, കുറേയധികം നിഗമനങ്ങളാണ്, കുറച്ച് എഴുതി വച്ചിട്ടുള്ള കെയറോയെ പോലെയുള്ള ആളുകളൊക്കെ എഴുതി വച്ചിട്ടുള്ള മഹർഷി മുനിയും പിന്നെ കെയറോയും ഒക്കെ എഴുതി വച്ചിട്ടുള്ള ഒത്തിരി ശാസ്ത്രശാഖകളും കൂടി, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആയുസ് രേഖയുടെ വിശദാംശങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് തുടർന്ന് വരുന്ന വീഡിയോകളിൽ ആയുസ് രേഖ, ഭാഗ്യരേഖ, പിന്നെ ഓരോ രേഖകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ദയവായി ഇത് രസകരമാണ്. ഈ കാര്യങ്ങൾ എന്തിനു പഠിക്കണം അതുകൂടി പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. ഞാൻ ഒരു ആയുസ് രേഖ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു ആയുസ് രേഖയുണ്ട്. ആ രേഖയിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം, ഇനി വരുന്ന വീഡിയോകളിൽ പറയും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 40ാമത്തെ വയസ്സിൽ എൻ്റെ ആയുസ് രേഖയിൽ ഒരു ചെറിയ ഒരു വെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു മാർക്ക് കിടക്കുകയാണെങ്കിൽ ആ 40ാമത്തെ വയസ്സിൽ ഞാനൊന്ന് കെയർഫുള്ളായിട്ട് ജീവിക്കണം. അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. 60ാമത്തെ വയസ്സിലാണ്ട് കണക്കൂട്ടി എടുക്കുമ്പോൾ 60ാമത്തെ വയസ്സിലാണ് ഒന്ന് എനിക്ക് പ്രശ്നം കിടക്കുന്നു കണ്ടാൽ 60ാമത്തെ വയസ്സിൽ ഒന്ന് കെയർഫുള്ളായി ജീവിക്കുക. വാഹനം ഓടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആവുക ആ കാലഘട്ടത്തിൽ. അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് അങ്ങനെ കഴിഞ്ഞ കാലങ്ങൾ കൃത്യമായി പറയാൻ പറ്റും. വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ കാലങ്ങൾ പറയുന്നവരുണ്ട്, പറയാൻ പറ്റും. പ്രാക്ടീസ് കൊണ്ടാണ് ഇത് പറയുന്ന കൂടുതൽ ആളുകളും. പ്രസൻറ്റിലെ കാര്യങ്ങളും പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഗണേഷിൻ്റെയൊക്കെ കൈ നോക്കിയാൽ പറയാൻ പറ്റും. എത്ര 5000 പ്രണയമാണോ 10000 പ്രണയമാണോ എന്ന് ഗണേഷിൻ്റെ കൈ നോക്കിയാൽ പറയാൻ പറ്റും. എത്ര ഭാര്യയുണ്ട്, എത്ര മക്കളുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. കല്യാണം കഴിക്കുമോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, പിന്നെ അതുപോലെ തന്നെ എത്ര കുട്ടികളുണ്ടാവും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പറയാൻ പറ്റും ഇത് പഠിച്ചാൽ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഇതൊരു കൃത്യമായ ഒരു ശാസ്ത്രമായി വികസിച്ച് പോകുന്നില്ല. ഇതൊരു അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഇത് തള്ളിക്കളയേണ്ട ഒരു കാര്യമായിട്ടൊക്കെ നിൽക്കുന്നു. ഞാനിത് അവതരിപ്പിച്ചതൊരു കൗതുകം കൊണ്ട് മാത്രമാണ്. തുടർ ദിവസങ്ങളിൽ ഇടയ്ക്ക് വല്ലപ്പോഴും, സ്ഥിരമായി കാണില്ല, വല്ലപ്പോഴും ഹസ്തരേഖകൾ ഇതുപോലെ കാണും. നമുക്കിതൊരു വെറൈറ്റിക്ക് വേണ്ടി വീഡിയോസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇതും കൂടി അവതരിപ്പിക്കുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ഇത് നോക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം.